കായത്താറിൽ നിന്നും കാറും ചാർജ് ചെയ്ത് നേരെ പോകുന്നത് മധുരയിലേക്കല്ല, ഒരു ഡീവിയേഷൻ. വണ്ടി നേരെ തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പട്ടി ലക്ഷ്യമാക്കി നീങ്ങി. ഒരു സാധാരണ തമിഴ്നാട് പട്ടണം, 10-20 തലകളുള്ള കല്യാണ ആശംസ ഫ്ലെക്സ് ബോർഡുകൾ, ട്രാഫിക് നിയമങ്ങൾ ഒന്നും നോക്കാതെ തലങ്ങും വിലങ്ങും പായുന്ന വണ്ടികൾ, ഹെൽമറ്റ് ഒന്നും കാണാൻ തന്നെയില്ല. അതിനിടയിലൂടെ റോഡ് മുറിച്ച് കിടക്കുന്ന മനുഷ്യർ. ഒരു വ്യവസായ നഗരമാണ് കോവിൽപ്പട്ടി. അതിൻ്റെതായ എല്ലാ തിരക്കുകളും നിരത്തുകളിൽ കാണാം. കച്ചവട സാധനങ്ങളുമായി നടന്നും ഉന്തുവണ്ടിയിലും മറ്റു വാഹനങ്ങളിലുമൊക്കെ ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഇവിടുത്തെ മാർക്കറ്റിനുള്ളിൽ ഒരു ചെറിയ ബേക്കറിയുണ്ട്. ഇവിടുത്തെ GI ടാഗുള്ള ഐറ്റം കോവിൽപ്പട്ടി കടലമുട്ടായി. ഇവിടുത്തെ ഒരു ഫേമസ് കടലമുട്ടായി കടയാണ് KS അഥവാ കാർത്തിക് സ്വീറ്റ്സ് ആൻഡ് കടലമുട്ടായി. മറ്റു പലഹാരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതിൽ തേങ്ങാ ബൻ കഴിച്ചു നോക്കി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള രുചിയായിരുന്നു അതിന്. ഒരെണ്ണം കൂടി വാങ്ങി കഴിച്ചു. നമ്മുടെ ചാല മാർക്കറ്റ് പോലൊരു വലിയ വാണിജ്യ കേന്ദ്രമാണിത്. പക്ഷേ അത്യാവശ്യം വീതിയുള്ള റോഡുകളാണ്. ആ റോഡും നോക്കി ഒരു അതിരസം കൂടി കഴിച്ചു. കോവിൽപ്പട്ടി ടൗണിലൂടെ ഒഴുകുന്ന ഒരു കാന അപ്പോഴാണ് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത്. ആ കാനയ്ക്ക് മുകളിൽ പട്ടിയൽ കഷ്ണങ്ങളൊക്കെ വിരിച്ച് ഒരു ബെഡ് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കൊടും ചൂടിലും ആ മരത്തണലിൻ്റെ തണുപ്പിൽ അപ്പൂപ്പന്മാർ വെടിയും പറഞ്ഞിരിക്കുന്ന കാഴ്ച കൗതുകം തന്നെയായിരുന്നു. ആ വേസ്റ്റ് വെള്ളത്തിന് പകരം നല്ല ശുദ്ധജലമായിരുന്നെങ്കിൽ പൊളിയായന് അല്ലേ? ആ കാനയുടെ കരയിൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചന്തയിലൊക്കെ വരുന്നവർക്ക് ഇവിടെ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോകാം. ആ കലുങ്കിൽ ഒരണ്ണൻ TVS 50 സ്കൂട്ടറിൽ കടല വിൽക്കുന്നത് കണ്ടു. കടലയുടെ മേന്മയും 2-3 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കുമെന്നും ഒക്കെ പറഞ്ഞ് അണ്ണൻ ഞങ്ങളെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഒടുവിൽ യഥേഷ്ടം സാമ്പിൾ ടേസ്റ്റ് ചെയ്ത് 3 പൊതി കടല വാങ്ങി. കടലമുട്ടായിയും കടലയുമായി വീണ്ടും തമിഴ്നാടിൻ്റെ ഊഷരഭൂമിയിലൂടെ യാത്ര തുടർന്നു. മധുരയിലെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഗ്രാൻഡ് ബൈ GRT എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് വണ്ടി കയറ്റി. ഇതൊരു വമ്പൻ ഹോട്ടൽ തന്നെയാണ്. ഞങ്ങൾ വണ്ടി ഓടിച്ച് നേരെ ചെല്ലുന്നത് ഈ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാൻ അല്ല. ഹോട്ടലിൻ്റെ സൈഡിൽ കൂടി നേരെ പോയാൽ 5 സ്റ്റാറിൻ്റെ പിന്നാമ്പുറത്ത് ഒരു ചാർജറുണ്ട്. വണ്ടി ചാർജ് ചെയ്യുകയാണ് ഉദ്ദേശം. ഒപ്പം തൊട്ടടുത്തുള്ള തലപ്പാക്കട്ടി ബിരിയാണി തട്ടുക എന്നത് മറ്റൊരു ഗൂഢ ഉദ്ദേശം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ചേച്ചി ആട്ടുകയോ പൊടിക്കുകയോ എന്തോ ചെയ്യുന്നൊരു ശില്പം. വിശാലമായ ഒരു ഔട്ട്ലെറ്റ് തന്നെയാണിത്. ചുമരുകളിൽ ഇവരുടെ റെസിപ്പിയും മീറ്റിൻ്റെയും മറ്റ് പ്രത്യേകതകളുമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ മട്ടൺ സൂപ്പും മട്ടൺ കോലാ ഉരുണ്ടയും പറഞ്ഞു. അതിഗംഭീര സൂപ്പ്, കോലാ ഉരുണ്ടയും പതിവ് പോലെ മികച്ചത്. മട്ടൺ മീറ്റ് അരച്ച് കട്ട്ലറ്റ് പോലെയാക്കി ഉരുട്ടിയെടുക്കുന്നതാണ് ഈ കോലാ ഉരുണ്ട. അത് ഈ പുതിന ചട്നിയിൽ മുക്കിയൊരു അടി അടിച്ചാൽ ആഹാ. അങ്ങനെ ബിരിയാണി എത്തി. 2 മട്ടൺ ബിരിയാണിയും ഒരു 65 ബിരിയാണിയുമാണ് പറഞ്ഞത്. മട്ടണിൽ മാത്രമേ മുട്ടയുള്ളൂ കേട്ടോ. നല്ല ജീരകച്ചെമ്പാവ് ബിരിയാണിയിൽ വെന്തുടഞ്ഞ മട്ടൺ പീസും മുട്ടയും സലാഡും കത്തിരിക്ക കുഴമ്പും ചേർത്തുരുട്ടി ഒരു അടി അടിച്ചാൽ ഇല എപ്പോൾ കാലിയായി എന്ന് ചോദിച്ചാൽ മതി. ദിണ്ടുഗൽ തലപ്പാക്കട്ടി ബിരിയാണിയുടെ മുൻ തലമുറക്കാരുടെയും മറ്റും ചിത്രങ്ങൾ ചുമരിൽ നിറച്ചുമുണ്ട്. സാമാന്യം നല്ല റേറ്റ് ആണെങ്കിലും ബിരിയാണിയുടെ സ്വാദിൽ കാശിൻ്റെ കാര്യം നമ്മൾ മറക്കും. അത്രയും ഗംഭീരം. ഞങ്ങൾ 3 പേര് കഴിച്ചപ്പോൾ 2000 അടുപ്പിച്ചായി കേട്ടോ ബില്ല്. എന്നാലും ഇത്തിരി കൂടുതൽ തന്നെയാണല്ലേ. ജീരകമുട്ടായിയും വാങ്ങി വായിലിട്ട് കൊണ്ട് തിരികെ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് വന്നു. ഇത്തവണ ഞങ്ങൾ അകത്ത് കയറാൻ തന്നെയാണ് തീരുമാനം. ഇലക്ട്രിക് വണ്ടി ഉള്ളതിൻ്റെ ഒത്തിരി ഗുണങ്ങളിൽ ഒന്ന് ഇതാണ്. ഇതുപോലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ ലോഞ്ചുകളിൽ കാലും കയറ്റി കയറിയിരിക്കാം. വാഷ്റൂം യൂസ് ചെയ്യാം. കോംപ്ലിമെൻ്ററി ആയി ജ്യൂസ് കിട്ടും. കുബേരനിലെ ദിലീപിനെ പോലെ 1 മണിക്കൂർ ലക്ഷറി ലൈഫ്. വണ്ടി ചാർജ് 100 ആയിട്ട് ഇത്തിരി സമയമായിരുന്നു. മറ്റൊരു വാഹനം അടുത്ത ചാർജിങ് കണ്ണിൽ കുത്തിയിട്ടുമുണ്ട്. ബിരിയാണിയുടെ ആലസ്യത്തോടെ വണ്ടിയുമെടുത്ത് ഗ്രാൻഡിൽ നിന്ന് പുറപ്പെട്ടു. മധുരയിലെ പ്രശസ്തമായ യാനമലയുടെ കാഴ്ചകൾ കണ്ടാണ് യാത്ര. 3 കിലോമീറ്ററോളം നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ മല 2000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു ദിവസം ഇവിടെ വരണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വലിയ കല്ലുകളും പാറകളും മലകളും നിറഞ്ഞ ഭൂമിയിലൂടെ മുന്നോട്ട് പോകവെയാണ് മറ്റൊരു ഭീമനെ കണ്ടുമുട്ടിയത്. കാറ്റാടി യന്ത്രത്തിൻ്റെ കൂറ്റൻ ചിറകുകൾ. ആ ചിറകിനെ മുതുകിലേറ്റിപ്പോകുന്ന വമ്പൻ ലോറികൾ. മലയും പച്ചപ്പും ഒക്കെ വിട്ട് പതിയെ വീണ്ടും വരണ്ട ഭൂമികയിലേക്ക് കയറിയാണ് യാത്ര. സമയം സന്ധ്യയോടടുക്കുന്നു. രാത്രിക്ക് മുൻപ് കുംഭകോണം എത്തുക എന്നതാണ് ലക്ഷ്യം. കുംഭകോണമാണ് നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷൻ. ധാരാസുരം അഥവാ ഐരാവതേശ്വർ ക്ഷേത്രം. കാഞ്ചീപുരത്തെ കുട്ടി ചാർജിങ്ങും ഭക്ഷണം കഴിക്കലും വീണ്ടും സമയം വൈകിപ്പിച്ചു.
എന്തായാലും വൈകുന്നേരം എത്തുമെന്ന് കരുതിയിരുന്ന കുംഭകോണത്ത് രാത്രിയായെങ്കിലും 9:30 ഓടി എത്താൻ പറ്റി. ഇത്രയും സംഭവബഹുലമായൊരു യാത്രയായിരുന്നിട്ടും അത്രയും നേരത്തെങ്കിലും എത്തിയല്ലോ, അത് തന്നെ സമാധാനം. ഇതാണ് നമ്മുടെ സ്റ്റേ. എവിടെ വരെ എത്തുമെന്ന് യാതൊരു പിടിയും ഇല്ലാതിരുന്നതിനാൽ റൂമൊന്നും മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നില്ല. കുംഭകോണം എത്തുന്നതിന് 1 മണിക്കൂർ മുൻപ് മാത്രമാണ് ഗൂഗിളിൽ തപ്പി ഇവിടെ വിളിച്ച് റൂം ബുക്ക് ചെയ്യുന്നത്. ഭാഗ്യത്തിന് റൂം കിട്ടി. അത്യാവശ്യം നല്ലൊരു മുറി, ബാത്റൂം, ഒരു വർക്ക് ഏരിയ പോലൊരു സെറ്റപ്പ്, ഒരു സിറ്റ് ഔട്ട്. ശരിക്കും ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ്. ഒന്ന് ഫ്രഷ് ആയ ശേഷം ചെറിയൊരു രാത്രി നടത്തത്തിനിറങ്ങി. കുംഭകോണത്തിൻ്റെ രാത്രി കാഴ്ചകൾ വെറുതെ നടന്ന് കാണുക എന്നതാണ് ഉദ്ദേശം. ടൗണിൽ തന്നെയുള്ള ഒരു ഇട റോഡിലാണ് ഞങ്ങളുടെ ഹോം സ്റ്റേ. ആ തെരുവിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. അമ്പലം, അംഗൻവാടി, LP സ്കൂൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രമൊക്കെയുള്ള പകൽ അത്യാവശ്യം തിരക്കുണ്ടാവുന്നൊരു തെരുവ് തന്നെയാണ് ഇത്. പഴമയിൽ നിലനിർത്തിയിരിക്കുന്ന വീടുകളും വരാന്തകളും ഒക്കെ കണ്ട് ഞങ്ങൾ തിരികെ നടന്നു. നാളെ നേരത്തെ എഴുന്നേൽക്കണം. ഇനി ഒന്നുറങ്ങട്ടെ.